അംബേദ്കറെ അപമാനിച്ച അമിത്ഷായ്ക്കെതിരെ ഇടതു പാർട്ടികളുടെ രാജ്യവ്യാപക പ്രതിഷേധം നടക്കുന്നു. ദില്ലിയിൽ ജന്തർ മന്ദറിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ വലിയ പ്രതിഷേധം ഇരമ്പുന്നു എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ രീതിയിൽ രാജ്യവ്യാപക പ്രതിഷേധമാണ് എല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കുന്നത്. ജന്തർ മന്ദറിൽ ഇപ്പോൾ പ്രതിഷേധങ്ങൾ നടക്കുകയാണ്. ഭരണഘടനാ ശില്പി അംബേദ്കറെ അപമാനിച്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജിവെക്കണമെന്നാണ് പ്രതിഷേധത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യമെന്ന് പറയുന്നത്. സ്വാതി നമ്മളോടൊപ്പം ചേരുകയാണ്. സ്വാതി, ജന്തർ മന്ദറിൽ പ്രതിഷേധം തുടങ്ങിയോ? ജന്തർ മന്ദറിൽ പ്രതിഷേധം, ഒപ്പം തന്നെ രാജ്യവ്യാപകമായി ആ രീതിയിൽ പ്രതിഷേധം നടക്കുകയാണ്. വ്യാപകമായ പ്രതിഷേധമാണ് രാജ്യവ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നത്. പാർലമെന്റിൽ അംബേദ്കറെ അപമാനിച്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മാപ്പ് പറയണമെന്നതാണ് ആ പ്രതിഷേധത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്ന് പറയുന്നത്. സ്വാതി, സ്വാതി കേൾക്കുന്നോ? മനു, ഇപ്പോ കേൾക്കാം. അംബേദ്കർ വിഷയത്തിൽ, അതായത് അംബേദ്കറിനെതിരായിട്ടുള്ള അമിത്ഷായുടെ പരാമർശത്തിലാണ് ഇന്ന് ഇടത് പാർട്ടികളുടെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ദില്ലി ജന്തർ മന്ദറിലാണ് നമ്മളുള്ളത്. ജന്തർ മന്ദറിലെ പ്രതിഷേധം ആരംഭിച്ചു കഴിഞ്ഞു. ഇവിടെ CPIM, CPI, CPIML, ഫോർവേഡ് ബ്ലോക്ക് തുടങ്ങിയ ഇടത് സംഘടനകളുടെ, ഇടത് പാർട്ടികളുടെ എല്ലാം തന്നെ നേതാക്കൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അമർജിത് കൗറാണ്, CPIയുടെ ദേശീയ സെൻട്രൽ കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള അമർജിത് കൗറാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. അതോടൊപ്പം തന്നെ കിസാൻ സഭയുടെ നേതാക്കളൊക്കെ തന്നെയും ജന്തർ മന്ദറിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാവുകയാണ്. നമുക്കറിയാം, വലിയ രാജ്യവ്യാപക ഒരു പ്രതിഷേധത്തിലേക്കാണ് ഈ അംബേദ്കർ വിഷയത്തിൽ രാജ്യവ്യാപക പ്രതിഷേധം തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പാർലമെന്റിൽ, രാജ്യസഭയിൽ അമിത്ഷാ നടത്തിയത് ഏറ്റവും ഗുരുതരമായ പരാമർശമാണ് എന്ന നിരവധി പാർട്ടി നേതാക്കൾ, അതോടൊപ്പം തന്നെ പ്രതിപക്ഷവും ഇന്ത്യ മുന്നണിയും ഒക്കെ തന്നെയും ഉന്നയിച്ച കാര്യമാണ്. അതിന്റെ ഭാഗമായി പാർലമെന്റിന് അകത്തും പുറത്തും ഈ ശീതകാല സമ്മേളന കാലയളവിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധം സംഘടിപ്പിക്കുന്ന സാഹചര്യമുണ്ടായി. അതോടൊപ്പം തന്നെ പാർലമെന്റ് മാർച്ചടക്കം സംഘടിപ്പിച്ചുകൊണ്ടാണ് ഈ വിഷയത്തെ പ്രതിപക്ഷ പാർട്ടികൾ കൈകാര്യം ചെയ്തത്. അതിന്റെ ഭാഗമായാണ് ഇന്ന് ഇടത് പാർട്ടികളുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുള്ളത്. അമിത്ഷാ നടത്തിയത് ഏറ്റവും ഗുരുതരമായ പരാമർശമാണെന്നും BJP വെച്ച് പുലർത്തുന്ന ദളിത് വിരുദ്ധതയാണ് ആ പരാമർശത്തിന് പിന്നിലെന്നുള്ള ആക്ഷേപം തന്നെയാണ് ശക്തമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഈ അമിത്ഷയെ പിന്തുണയ്ക്കുന്ന നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകണമെന്നും അമിത്ഷാ രാജിവെക്കണം എന്നതടക്കമുള്ള ആവശ്യങ്ങൾ തന്നെയാണ് ഇടതു പാർട്ടിയും മുന്നോട്ട് വയ്ക്കുന്നത്. ഉടൻ രാജിവെച്ചുകൊണ്ട് ഈ വിഷയത്തിൽ കൃത്യമായൊരു നിലപാട് രേഖപ്പെടുത്തുവാൻ വേണ്ടി തയ്യാറാകണം എന്നുള്ളത് തന്നെയാണ് ഇടതു പാർട്ടിയും ആവശ്യപ്പെടുന്നത്. അതിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം രാജ്യതലസ്ഥാനത്തും ഇടത് പാർട്ടികളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്നത്. വിദ്യാർത്ഥി പ്രതിനിധികൾ ഒക്കെ തന്നെയും ഈ പ്രതിഷേധത്തിൻ്റെ ഭാഗമാകുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. മനു, ശരി, അവിടെ വലിയ പ്രതിഷേധം ദില്ലി ജന്തർ മന്ദറിൽ നടക്കുകയാണ്. രാജ്യവ്യാപക പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് ജന്തർ മന്ദറിൽ അമിത്ഷായ്ക്കെതിരെ, അംബേദ്കറെ അപമാനിച്ച് അമിത്ഷാ മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധം നടക്കുന്നത്.